വളരെ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ കാതലായ പ്രശ്നങ്ങൾ കാണാതെ പോവുക. ഞാൻ മുമ്പ് സൂചിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിലുള്ള ബജറ്റ് വിഹിതം ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇന്നേ വരെ, ഈ നിമിഷം വരെ, ബജറ്റ് അവതരിപ്പിച്ച ഈ നിമിഷം വരെ ഒരൊറ്റ CPM കാരനോ LDF നേതാവോ അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാതലായ പ്രശ്നങ്ങൾ മറച്ചുകൊണ്ട് സർക്കാരിനെതിരെ കേവലമായ കക്ഷി രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിനെ സഹായിക്കുകയല്ലേ ചെയ്യുക? ഒരിക്കലല്ല അജിബ്സെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെന്റിലും ഡൽഹിയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഗോദി മീഡിയ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുപോലെ കേരളത്തിലെ മീഡിയകളും നമ്മുടെ സഹ പാനലിസ്റ്റുകളും ഒക്കെ ചേർന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു നുണയുടെ കൊട്ടാരം തീർക്കുകയാണ് ചെയ്യുന്നത്. അശ്വത്ഥാമ എന്ന ആന എന്ന് പതുക്കെ പറഞ്ഞതുപോലെയുള്ള വർത്തമാനം അവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സഹ പാനലിസ്റ്റ് KA ഷാജി യഥാർത്ഥത്തിൽ 5 മാർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള 5ഓ 7ഓ ആയിക്കോട്ടെ, പക്ഷേ 7 കൊടുത്തിട്ട് ബാക്കിയുള്ള വിമർശനങ്ങളെങ്കിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു വിമർശനം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതിൽ നിന്ന് എൻ്റെ സ്ലിപ്പിൽ നിന്ന് വന്നു പോയ ഷോപ്പ് എന്നുള്ളൊരു വാക്ക് പിടിച്ചുകൊണ്ടാണ് നിജേഷ് അരവിന്ദൊക്കെ മറുപടി പറഞ്ഞത്. അതവിടെ നിന്നോട്ടെ, എനിക്ക് ബൈ ബൈ കോഫിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം, അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ പോളിസിയുടെയും നിലപാടിൻ്റെയും കാര്യത്തിൽ പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി പറഞ്ഞ കാര്യം മാത്രമാണ് ഷാജിയുടെ ചർച്ചയ്ക്കെടുത്തത്. അതിനു മുമ്പ് ഞാൻ 3-4 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട്, വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട്, ഇത് രണ്ടും പൊക്കോട്ടെ. ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ്? ആ നിലപാടിൻ്റെ കാര്യത്തിൽ പോലും ഇവർ രണ്ടുപേരും അതിനകത്ത് തൊട്ടില്ല. യഥാർത്ഥത്തിൽ അത് വളരെ കൃത്യമായി അങ്ങോട്ട് ഭംഗിയെ ഒമിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഷാജി പറയുന്ന ഒരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇത് പ്രതിപക്ഷം നേരേക്ക് എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നാണ് ഒന്ന്. ഇനി രണ്ടാമത്തത് നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ അധിക്ഷേപിക്കുന്നു. നമ്മളോടിപ്പോൾ കയറ്റുമതി ചെയ്ത് സാമ്പാറും ഇഡ്ഡലിയും പഴംപൊരിയാണെന്ന് പറഞ്ഞ നുണ നമുക്ക് അങ്ങോട്ട് വിടാം, കാരണം അത് കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കള്ളം പറയുന്നത് എന്തിനാണ് ഈ പറയുന്ന പോലെ അദാനിയെ നമ്മൾ അതിർത്തി അറിയിച്ചു എന്ന് പറയുന്നത്? അതൊരു സീരിയസ് ആയിട്ടുള്ള കള്ളമാണ്. അത്തരത്തിലുള്ള കള്ളങ്ങൾ മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ ബക്കാഡിയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുകൊണ്ട് ഇത് ആവർത്തിക്കുന്നില്ല. പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന തൂഫാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വലിയ തോതിലുള്ള സഹകരണം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ നിജേഷ് അരവിന്ദ് പറഞ്ഞു. ഒരു സഹകരണം പറയാതെ വിട്ടുപോയി, അത് MDMA കേസിലാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സോഷ്യൽ കോർഡിനേറ്റർ ആയിരുന്ന ആളെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് 23 മുതലേ പരിചയമുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിട്ടുകളയാം. പക്ഷെ കാതലായ പ്രശ്നം എന്താ? ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാടെന്താ? കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കുന്നതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വലിയ തർക്കത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പം എന്താണ് പ്രശ്നം? രാഷ്ട്രീയമായ ഒരു നിലപാടില്ല. ഇനി യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് കൂടി വന്നാൽ അടുത്ത 9 മാസത്തേക്ക് യഥാർത്ഥത്തിൽ കടമെടുക്കാൻ കഴിയുന്ന 32,484 കോടി രൂപയാണ്. അതിൽ ഈ പറയുന്ന പോലെ 30,000 കോടി രൂപയും കടമെടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് ഒക്കെ പ്രതിപക്ഷം ഉയർത്തി കാണിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ 38 കോടി ചിലപ്പോൾ ഉയർത്തി കാണിച്ചിട്ടുണ്ടാവില്ല. അതിനേക്കാൾ വലിയ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. കുണ്ടറയിൽ ഒരു ആൺകുട്ടിയെ കാണാതായിട്ട് അവൻ്റെ അമ്മ ചെന്നിട്ട് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കോസ്റ്റൽ ഗാർഡിന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവനെ കാണാനില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഡിമാൻഡ് ചെയ്യാൻ വൈകി എന്ന് ചോദിക്കുകയാണ്.